ഹൗ ഫാർ ഈസ് ദ റിവർ എന്നുള്ളതിൻ്റെ ലാസ്റ്റ് പോർഷൻ നോക്കാം ഇന്ന്. ഐ റീഡ്. He missed the village boy. He could not be seen. His own home was also hidden from the view by the side of the mountain. The river was not in sight either. He began to feel discouraged. He was sorry he had finished the bread. He might want it later. He was determined to see the river. He walked on along the hot, dusty, stony path, past mud huts and terraced fields, until there were no more fields or huts, only forest and sun and loneliness. Now there was no man or any sign of man's influence, only trees and rocks and bramble and flowers, only silence. The silence was impressive and a little frightening. It was different from the silence of a room or street. It was the silence of space, of the unknown, the silence of God. Then, as the boy rounded a sharp bend, the silence broke into sound. A sudden roaring sound, the sound of the river. Far down in the valley, the river tumbled over rocks. The boy gasped and began to run. He slipped and stumbled, but still he ran. Then he was ankle deep in the painfully cold mountain water, and the water was blue and white and wonderful. ഇപ്പോൾ നോക്കിയേ, he missed the village boy. His home was also hidden from the river, from the view. അല്ലേ, ഇപ്പം എന്താ, വില്ലേജ് ബോയിനെ മിസ്സായി. പിന്നെ his home was also hidden. He missed the village boy. He could not be seen. കാണാനില്ല അപ്പം അവനെ. ഹിസ് ഓൺ ഹോം വാസ് ഓൾസോ ഹിഡൻ. ഹിഡൻ എന്ന് പറഞ്ഞാൽ മറഞ്ഞു. എന്ത് മറഞ്ഞു? ഹിസ് ഓൺ ഹോം വാസ് ഓൾസോ ഹിഡൻ ഫ്രം ദ വ്യൂ. കാഴ്ചയിൽ ഇപ്പോൾ അവൻ്റെ വീട് കാണാനുണ്ടോ? ഇല്ല. ബൈ ദ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ, മൗണ്ടെയിൻ്റെ വശം. അപ്പോൾ ഇപ്പോൾ കുട്ടി എവിടെയാണ്? മൗണ്ടെയിൻ ബിയോണ്ട് ദ മൗണ്ടെയിൻ ആണ് അല്ലേ, മൗണ്ടെയിൻ്റെ അപ്പുറത്തെത്തി. ഓക്കെ, ഹിസ് ഓൺ ഹോം വാസ് ഓൾസോ ഹിഡൻ ഫ്രം ദ വ്യൂ ബൈ ദ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ. ദ റിവർ വാസ് നോട്ട് ഇൻ സൈറ്റ് ഐദർ. പുഴ കാണാനുണ്ടോ? റിവർ കാണാനുണ്ടോ? റിവർ വാസ് നോട്ട് ഇൻ സൈറ്റ് ഐദർ. ഹി ബിഗാൻ ടു ഫീൽ ഡിസ്കറേജ്ഡ്. ഇപ്പോൾ അവൻ്റെ ഫീലിംഗ് എന്താ? ഡിസ്കറേജ്ഡ് ആണ്. ഉത്സാഹമൊക്കെ നഷ്ടപ്പെട്ട അവസ്ഥ അല്ലേ, ഒരു ഉത്സാഹവും ഇല്ലാത്ത. ഹി ബിഗാൻ ടു ഫീൽ ഡിസ്കറേജ്ഡ്. ഹി വാസ് സോറി ഹി ഹാഡ് ഫിനിഷ്ഡ് ദ ബ്രെഡ്. ഹി മൈറ്റ് വോണ്ട് ഇറ്റ് ലേറ്റർ. അപ്പോൾ അവന് തോന്നുകയാണ് അല്ലേ, ബ്രെഡ് നേരത്തെ തീർത്തില്ലേ, ഹി മൈറ്റ് വോണ്ട് ഇറ്റ് ലേറ്റർ. ഹി വാസ് സോറി ഹി ഹാഡ് ഫിനിഷ്ഡ് ദ ബ്രെഡ്. ഹി മൈറ്റ് വോണ്ട് ഇറ്റ് ലേറ്റർ. 12th ക്വസ്റ്റ്യൻ എന്താ? വൈ ഡിഡ് ദ ബോയ് ഫീൽ ഡിസ്കറേജ്ഡ്? എന്താ നിങ്ങൾക്ക് പറയാൻ അറിഞ്ഞൂടെ? വൈ ഡിഡ് ദ ബോയ് ഫീൽ ഡിസ്കറേജ്ഡ്? എന്താ കുട്ടിക്ക് അങ്ങനെ ഒരു ഉത്സാഹം തോന്നാൻ കാരണം? 3 റീസൺസ് ഇപ്പം നമ്മൾ പറഞ്ഞു. ഹി മിസ്ഡ് ദ വില്ലേജ് ബോയ്, പിന്നെ ഹിസ് ഓൺ ഹോം വാസ് ഓൾസോ ഹിഡൻ ഫ്രം സൈറ്റ്, ദ റിവർ വാസ് നോട്ട് ഇൻ സൈറ്റ് അല്ലേ, റിവർ കാഴ്ചയിലുമില്ല. ഈ 3 റീസൺ കാരണമാണ് അവന് ഒരു ഡിസ്കറേജ്മെൻ്റ് ഇപ്പോൾ തോന്നുന്നത്. ഹി വാസ് ഡിറ്റർമിൻഡ് ടു സീ ദ റിവർ. റിവറിനെ കാണാനുള്ള ഡിറ്റർമിനേഷൻ ഉണ്ട്. ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ ഉറച്ച തീരുമാനം. എന്ത് വന്നാലും മാറാത്ത തീരുമാനമാണ്. ഡിസ്കറേജ് ചെയ്തു നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ കുറേ കാരണങ്ങൾ അവനെ ഡിസ്കറേജ് ചെയ്തു. പക്ഷേ അവൻ്റെ തീരുമാനം അവൻ മാറുമോ? ഇല്ല. കാരണം ഹി വാസ് ഡിറ്റർമിൻഡ് ടു സീ ദ റിവർ. ഉറച്ച തീരുമാനമുണ്ട്. ഹി വോക്ക്ഡ് ഓൺ എലോങ് ദ ഹോട്ട് ഡസ്റ്റി സ്റ്റോണി പാത്ത്. ഇവിടെ പാത്തിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഐഡൻറ്റിഫൈ ഫ്യൂ വേർഡ്സ് ദറ്റ് ഡിസ്ക്രൈബ് ദ പാത്ത്. ഏതൊക്കെയാണ്? ഹോട്ട്, ഡസ്റ്റി and stony path, past mud huts and terraced fields. Okay, what did the boy see around him as he walked along the path? പാത്തിലൂടെ പോയപ്പോൾ എന്തൊക്കെയാണ് കണ്ടത്? മഡ് ഹട്ട്സും ടെറസ്ഡ് ഫീൽഡ്സും. ഓക്കെ, പിന്നെ വേറെ കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, അതൊക്കെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് താഴേക്ക് പറയുമ്പോൾ കാണാം. അണ്ട് there were no more fields or huts. ഇപ്പം ഉണ്ടോ? there were no more fields or huts, only forest and sun and loneliness. ഏകാന്തത, loneliness. Now there was no man or any sign of man's influence. മനുഷ്യൻ്റെ സ്വാധീനം എന്തെങ്കിലും ഉണ്ടോ? ഇൻഫ്ലുവൻസ് എന്തെങ്കിലും ഉണ്ടോ? only trees and rocks and bramble and flowers. ബ്രാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇടതൂർന്ന് വളരുന്ന ഒരു തരം മുൾച്ചെടികൾക്കാണ് ബ്രാമ്പിൾ എന്ന് പറയുന്നത്. ഇത് മാത്രമേ ഉള്ളൂ. only silence. the silence was ഇംപ്രസീവാണത്. ആൻഡ് എ ലിറ്റിൽ ഫ്രൈറ്റനിങ്. പക്ഷേയോ ഫ്രൈറ്റനിങ് ആണ്, പേടിപ്പെടുത്തുന്നതാണ് അല്ലേ. എന്താ കാരണം എന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഇറ്റ് വാസ് ഡിഫറെൻറ്റ് ഫ്രം ദ സൈലൻസ് ഓഫ് എ റൂം ഓർ സ്ട്രീറ്റ്.
ഒരു സ്ട്രീറ്റിൻ്റെയോ റൂമിൻ്റെയോ സൈലൻസ് പോലെയാണോ? നോ, ഇറ്റ് വാസ് ഡിഫറെൻ്റ് ആണ് അതിൽ നിന്നും. ഇറ്റ് വാസ് ഡിഫറെൻറ്റ് ഫ്രം ദ സൈലൻസ് ഓഫ് എ റൂം ഓർ സ്ട്രീറ്റ്. ഇറ്റ് വാസ് ദ സൈലൻസ് ഓഫ് സ്പേസ്, ഓഫ് ദ അൺനോൺ, ദ സൈലൻസ് ഓഫ് ഗോഡ്. ആ സൈലൻസിനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഉപമിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഇറ്റ് വാസ് ദ സൈലൻസ് ഓഫ് സ്പേസ്, ഓഫ് ദ അൺനോൺ. സ്പേസ് ബഹിരാകാശം, അൺനോൺ അറിയാത്ത എന്തിൻ്റെയോ, ദ സൈലൻസ് ഓഫ് ഗോഡ് അല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ 13th ക്വസ്റ്റ്യൻ എന്താ? ദ ബോയ് ഫൗണ്ട് ദ സൈലൻസ് ഇംപ്രസീവ് ബട്ട് ഫ്രൈറ്റനിങ്. വൈ? ആൻസർ എഴുതാലോ. ദ സൈലൻസ് വാസ് ഇംപ്രസീവ് ബട്ട് there was no one around or any sign of man's influence, so he was a little frightened. That is the answer. Then as the boy rounded a sharp bend, the silence broke into sound, a sudden roaring sound, the sound of the river. What broke the silence of space? 14th question. What broke the silence of space? 14th question answer, the roaring sound of the river broke the silence. Okay. Last portion. Far down in the valley, the river tumbled over rocks. Tumbled എന്ന് പറഞ്ഞാൽ പതിക്കുക, വീഴുക. The river tumbled over rocks. The boy gasped. Gasped എന്ന് പറഞ്ഞാൽ കിതച്ചു, ശ്വാസം മുട്ടി, അങ്ങനെ ഓടി കിതയ്ക്കുക നമ്മൾ പറയില്ലേ. The boy gasped and began to run. He slipped and stumbled. Stumbled എന്ന് പറഞ്ഞാൽ ഉരുണ്ട് മറിഞ്ഞ് വീണു. But still he ran. Then he was ankle deep in the painfully cold mountain water. ഇപ്പോൾ എവിടെ എത്തി? He reached at the river. And the water was blue and white and wonderful. Okay, ankle എന്ന് പറഞ്ഞാൽ ഏത് ഭാഗമാണെന്ന് അറിയാലോ? കാലിൻ്റെ മടമ്പ് ഭാഗം. Then he was ankle deep in the painfully cold mountain water. And the water was blue and white and wonderful. അവൻ്റെ ഡിറ്റർമിനേഷൻ ആണ് അവനെ ഇവിടെ കൊണ്ടെത്തിച്ചത് അല്ലേ. ഓക്കെ, 15th ക്വസ്റ്റ്യൻ എന്താ? The boy slipped and stumbled but still he ran. Why? അവൻ്റെ ആ ഡിറ്റർമിനേഷൻ അല്ലേ. എങ്ങനെയാ അത് എഴുതുക? He was very happy to see the river which he had only heard of. When he saw it for the first time, his happiness knew no bounds. In his excitement, though he slipped and stumbled, he still ran. 16th question. Identify the words used to describe water. And A part. ഏതൊക്കെ വേർഡ്സ് ആണ് വാട്ടറിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നത്? ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് എഴുതണം. ബി പാർട്ട്. ദ വാട്ടർ ഇൻ ദിസ് റിവർ ഈസ് ക്ലീൻ ആൻഡ് ബ്രൈറ്റ്. ആർ അവർ റിവേഴ്സ് ദ സെയിം? ഇഫ് നോട്ട്, വൈ? അപ്പം നമ്മുടെ റിവേഴ്സ് ക്ലീൻ അല്ലെങ്കിൽ ബ്രൈറ്റ് അല്ലെങ്കിൽ അതിൻ്റെ റീസൺ എന്തൊക്കെയാണ്? അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് എഴുതി നോക്കുക. ടെക്സ്റ്റ് കുറേ ടൈംസ് വായിക്കണം. എന്നിരുന്നാൽ മാത്രമേ അടുത്ത ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത ആക്ടിവിറ്റീസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.